ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ആൻറ്റീസ് കിച്ചൻ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമുക്കിന്ന് ബീഫ് ഫ്രൈ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ സുർക്ക, 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ബീഫ് മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലവണ്ണം മസാല ബീഫിൽ പിടിക്കത്തക്ക വണ്ണം മിക്സാക്കി 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അല്പനേരം കഴിഞ്ഞ് കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കണം കേട്ടോ. വേറെ ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് 1 മുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് അടത്തിയെടുത്ത് ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റിവെക്കാം. അതേ പാനിൽ തന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം. ആ പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് മൂത്ത് കഴിഞ്ഞാൽ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ തേങ്ങാക്കൊത്ത് വറുത്തതും ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് സവാള വറുത്തതും ചേർത്ത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഓ, എന്താ ഒരു സ്മെല്ല്, ഒരു രക്ഷയില്ല. ലോ ഫ്ലെയിമിൽ ഒന്ന് എല്ലാം മിക്സാക്കി ഫ്രൈ ചെയ്തെടുത്താൽ അടിപൊളി ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി. പുറമേ ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റുമാണ് ഈ ഫ്രൈ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചപ്പാത്തി, വെള്ളപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡിൻ്റെ കൂടെ കഴിക്കാം. ട്രൈ ചെയ്യണേ. ഇതുപോലെയുള്ള റെസിപ്പിക്ക് ആൻറ്റീസ് കിച്ചൺ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. വീഡിയോ സ്കിപ്പ് ആവാതെ കാണണേ. താങ്ക് യു ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.